കരളും കാതും മജ്ജ എല്ലും പല്ലും ദശയും വികാരവും ചങ്കും മത്തങ്ങായും കരളും ആത്മാവും ശരീരവും എല്ലാം കൊടുത്തൊരു മനുഷ്യനെ സൃഷ്ടിക്കാമെങ്കിൽ അവന്റെ ഒരു കേടുപാട് നീക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ലെന്ന് അങ്ങനെ സങ്കല്പിച്ചെങ്കിൽ നിങ്ങൾക്കും എനിക്കും തെറ്റുപറ്റിപ്പോയി. എന്ത് പ്രശ്നം വന്നാലും ശരി അവന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരാമോ? എല്ലാ പ്രശ്നത്തിനും അവിടെ പരിഹാരമുണ്ട്. ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നത്. ആത്മഹത്യാപരമായ ഒരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്നെങ്കിൽ, ഒരു മനുഷ്യന് നിരാശ ഉണ്ടാകുന്നെങ്കിൽ, ഒരു മനുഷ്യന് സംഘർഷാവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ, ഒരു മനുഷ്യന്റെ കണ്ണു നനയുന്നെങ്കിൽ, ഒരു മനുഷ്യൻ എപ്പോഴും പരാതിപ്പെടുന്നെങ്കിൽ, എപ്പോഴും വേദന കൊണ്ട് നടക്കുന്നെങ്കിൽ അതിന്റെ ഏക കാരണം ഈ സക്രാലിലിരിക്കുന്നവൻ ആരെന്ന് ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ പെൺകുട്ടി ഈശോ വിഷയപ്പെട്ടി കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഈ പാവനിയായ സ്ത്രീയെ ഒന്ന് മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ഈശോ അതിന് വന്നവനാണല്ലോ. അതുകൊണ്ട് ഈശോ അവളിലേക്കൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അവളിലേക്കൊന്ന് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഈശോ എപ്പോഴും നാട്ടുവർത്താനം കൊണ്ട് തുടങ്ങുകയുള്ളൂ. ലീഡേഴ്സിന് ക്ലാസ് എടുത്തപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിതലത്തിലെ 5 ബന്ധങ്ങളുടെ ആരംഭം നാട്ടുവർത്തമാനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈശോ നാട്ടുവർത്താനം കൊണ്ട് എപ്പോഴും തുടങ്ങുകയുള്ളൂ. അവരോടും തുടങ്ങിയത് അങ്ങനെ തന്നെയാ. മോളെ ഒരു ശകലം വെള്ളം തരാ കുടിക്കാൻ. അങ്ങേർക്ക് ദാഹിച്ചിട്ടല്ല, ദാഹമില്ല, ഈ സംസാരം മധ്യ വെള്ളം കുടിച്ചില്ല, ആ കാര്യം മറന്നേ പോയി. ഒരു നാട്ടുവർത്താനം കൊണ്ടും തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഒരു സ്വല്പം വെള്ളം തരാവും മോളെ കുടിക്കാൻ. ഉടനെ അവിടെ പേർക്ക്, എടാ നീ ഒരു യഹൂദനാണ്, എന്റെ വേഷം കണ്ടാൽ അറിയാം ഞാനൊരു സമരിയക്കാർ സ്ത്രീയാണ്. യഹൂദന്മാരും സമരിയക്കാരും തമ്മിൽ സംസാരമോ സ്പർശനമോ ദർശനമോ ഒന്നും പാടില്ലാതിരിക്കെ നീ എന്നോട് വെള്ളം ചോദിക്കുകയോ? എടാ നിന്നെ കണ്ടാ കൊള്ളാം, വിടുക്കടാ. നല്ല വിശാലമായ നെട്ടിത്തടം, നീലിഞ്ഞാർന്ന കണ്ണുകള്, മന്ദസ്മിതച്ചിരിക്കുന്ന ചുണ്ടുകള്, നല്ലൊരു ചെറുപ്പക്കാരൻ, നീ അങ്ങനെ കൊള്ളാം. പക്ഷെ നിന്റെ ഈ പ്രവൃത്തി മോശമാണ്. സമരക്കാരെ കൊച്ചിന്റെ മറുപടി, നീ ഒരു യഹൂദനാണെന്നുള്ളത് നിനക്ക് പറയാ, എനിക്ക് പറയാം. ഞാൻ വേറെ ഒരു സമരക്കാരി. നീ നിന്റെ വഴിക്ക് പോകാൻ നോക്ക്, ഞാൻ വെള്ളം കോരാൻ വന്നതാ, ഞാൻ വെള്ളം കോരിക്കൊണ്ട് പൊക്കോളാം. ഇടി കൊച്ചേ, ഈ വെള്ളം കോരിക്കൊണ്ട് പോയാൽ നിനക്ക് പിന്നെയും ദാഹിക്കും. ഈ വെള്ളം കോരിക്കൊണ്ട് പോയാൽ നിനക്ക് ദാഹിക്കും. നീ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ദാഹിക്കാത്ത വെള്ളം തരാം. അമ്പട ദാഹിക്കാത്ത വെള്ളം. നിന്റെ പാളയില്ല, കയറില്ല, ഒരു ബക്കറ്റില്ല, ഒരു കഷ്ണം പ്ലാസ്റ്റിക് ചരടില്ല, ഈ കിണറിന് ഇത്ര ആഴമുണ്ട്. ഈ കെട്ടിലെ വെള്ളം തരാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല. നീയാ ദാഹിക്കാത്ത വെള്ളം തരാൻ പോകുന്നത്. അയ്യടാ, അതാണ് അവിടെ മറുപടി. ഉടനെ ഈശോ പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഇവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അവനോട് ചോദിച്ചേനെ ജീവന്റെ ജലം. ഈ കുടത്തിൽ കോരാവുന്ന ദാഹജലമല്ല, ജീവന്റെ ജലം നീ അവനോട് ചോദിച്ചേനെ. എപ്പോഴാ? നിന്നോട് സംസാരിക്കുന്ന ഇവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നിനക്കറിഞ്ഞുകൂടാ നിന്നോട് ആരാ സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരുമാതിരി ഉടക്കിയ വർത്തമാനം പറയുന്നത്. നിന്നോട് സംസാരിക്കുന്ന ഇവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അവനോട് ചോദിച്ചേനെ ജീവന്റെ ജലം. ഈ സേക്രട്ട് ഹാർട്ട് പള്ളിയുടെ ഈ മധുബകായിലെ സക്രാലിരിക്കുന്നത് ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ അറിയാമെങ്കിൽ, അതവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിരാശയും പരാതിയും ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. ഒന്നിനെക്കുറിച്ചും അവൻ പരാതി ഉണ്ടാകുകയില്ല. എന്ത് സംഭവിച്ചാലും അവൻ അസ്വസ്ഥതയില്ല. ഇതാരാണെന്ന് അറിയാമെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അത് തന്നെയാണ് യേശു അവളോടും പറഞ്ഞത്. നിന്നോട് സംസാരിക്കുന്ന ഇവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതാണ് അടിത്തറ. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരാണെന്ന് നീ അറിയണം. നിന്റെ ജീവിതത്തിൽ ഞാൻ ആരാണെന്ന് അറിയണം. മക്കള്, പ്രിയപ്പെട്ട വത്സര മക്കള്, ഈശോ മിശിഹാ നമ്മുടെ ജീവിതത്തിൽ ആരാണെന്ന് അറിയണമെങ്കിൽ എന്നാ മാർഗം എന്നറിയാവോ? നിന്റെ എന്റെയും ജീവിതത്തില് അവനില്ലാത്ത ഒരു 2 മിനിറ്റ് ഉണ്ടാകണം. അന്നേരം അറിയാം അവൻ ആരാന്ന്. നിന്റെ എന്റെയും ജീവിതത്തിൽ അവനില്ലാത്ത ഒരു 2 മിനിറ്റ് ഉണ്ടാകാമെങ്കിൽ അന്നേരം അറിയാം ഈശോ മിശിഹാ എന്റെ ജീവിതത്തിൽ ആരാണെന്ന്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഏത് നേരവും ശ്വസിക്കുന്നുണ്ട്. ശ്വാസം നമ്മൾ വലിച്ചുകൊണ്ടായിരിക്കുന്നത്. ഏത് നേരവും ശ്വാസം വലിച്ചുകൊണ്ടായിരിക്കുന്നത്. ഈ ശ്വാസത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഏത് നേരവും വലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ശ്വാസത്തിന്റെ വില നീ മനസ്സിലാക്കും. നിന്നെ ഒരു 2 മിനിറ്റ് വെള്ളത്തിന്റെ അടിയിൽ മുക്കിപ്പിടിക്കണം. അന്നേരം അറിയാം ഇതിന്റെ വില. അന്നേരം ഇതിന്റെ വില അറിയാം. വെള്ളത്തിന്റെ അടിയിലോട്ട് മുക്കി താഴ്ത്തി പിടിക്കുക. കയ്യും കാലോട്ട് അടിച്ചാലും പൊക്കരുത്. ഞെക്കിപ്പിടിച്ച് അവിടെ വെള്ളത്തിൽ വെച്ചേക്കുക. അന്നേരം നിനക്ക് മനസ്സിലാകും ശ്വാസത്തിന്റെ വില. അത് കിട്ടാതെയുള്ള വെപ്രാളം. ഇതുപോലെ ഈശോ മിശിഹാ ഇല്ലാത്ത 2 മിനിറ്റ് ഉണ്ടാകാമെങ്കിൽ അവനെ കിട്ടാതെയുള്ള വെപ്രാളം അന്നേരം ഉണ്ടാകും. അന്നേരം പണവും വേണ്ട, ജോലിയും വേണ്ട, ദിനാറും വേണ്ട, ഒരു കുന്തവും വേണ്ട. അവനെ കിട്ടിയാൽ മതി എന്നായിപ്പോ. അവൻ കാരുണ്യവാനായതുകൊണ്ട് ആ അനുഭവം നിനക്ക് തരാതെ കൈവെള്ളയിൽ താങ്ങി നിർത്തിയിരിക്കുക.
അതുകൊണ്ട് അവന്റെ കാര്യത്തെയും സ്നേഹത്തെയും എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, അതിനെ മുതലെടുക്കരുത്. ആ സത്യം മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നിന്നോട് സംസാരിക്കുന്ന ഇവൻ ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നീ അവനോട് ചോദിച്ചേനെ ജീവന്റെ ജലം. ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സമരക്കാരി പെങ്കൊച്ച് ഒന്ന് മുട്ടിക്കളയാന്ന് വിചാരിച്ചു ഏതായാലും. അതുകൊണ്ട് അവളെന്നാ പറഞ്ഞു, ശരി എന്നാ വെള്ളം ശാലം തന്നേരെ, ഞാൻ വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ, ഒറ്റയൊക്കെ ഏതായാലും. ശരി എന്നാ വെള്ളം ശാലം തന്നേരെ, എന്നാ ഞാൻ ഈ വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ. തരാമല്ലോ അതിനെന്നാ, ഓഹോ തരാമല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് നിന്റെ കെട്ടിയവനെ കൂടെ കൂട്ടിക്കൊണ്ട് വാ, നിന്റെ ഭർത്താവിനെ കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഭർത്താവ്? അയ്യോടാ, എന്നാ ഭർത്താവാണോ ഇത്? ഭർത്താവ്? എനിക്ക് ഭർത്താവില്ലല്ലോ ഇതിന്. അവിടെ മറുപടി നോക്കണേ, നീ ഭർത്താവില്ലല്ലോ, ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ. നിനക്ക് ഭർത്താവില്ലെന്ന് നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. കാരണം നിനക്ക് 5-6 ഉണ്ട്. ഇപ്പോ ഉള്ളത് നിന്റെ അല്ലതാണ്. ആ പെണ്ണിന്റെ ആപ്പ് തട്ടിപ്പോയി, നാടൻ ഭാഷ പറഞ്ഞാൽ. കാരണം ഒടേ തമ്പുരാന് ഈ സത്യം ഇവനെങ്ങനെ മനസ്സിലാക്കിയടാ? നിനക്കൊരു 5-6 ഉണ്ട്, ഇപ്പോ ഉള്ളത് നിന്റേതല്ലെന്നും. കാരണം പെങ്കൊച്ചിന്റെ പരിപാടി മുഴുവൻ രാത്രിയിലാണ്. അത് കാരണം ഈ സത്യം പല പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നുള്ള ഈ യാഥാർത്ഥ്യം ആർക്കും അറിയത്തില്ലെന്ന് അവള് ധരിക്കുന്നത്. പകൽ സമയത്ത് ഇങ്ങനെ ചിരിക്കി ഇങ്ങനെ മിനുക്കി കുളിച്ച് പൗഡർ ഒക്കെ ഇട്ട് കൺവെൻഷൻ എഴുതി മിടുക്കത്തിയായിട്ട് ഇങ്ങനെ ഓടി നടക്കും. ഈ ബിസിനസ് മുഴുവൻ രാത്രിയിലായതുകൊണ്ട് ഇത് ആർക്കും അറിയത്തില്ലെന്ന് അവള് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ സത്യം അവിടെ മുഖം മൂടിക്ക് പിടിച്ചു വലിച്ചു, അവരുടെ മുഖം മൂടി മാസ്ക് അത് വലിച്ചു ഇളക്കിക്കളഞ്ഞപ്പോൾ അവരുടെ കണ്ണിന് കാഴ്ച തുടങ്ങി. ഈ ജടിക സുഖമാകുന്ന മുഖംമൂടിക്ക് കയറി ഒരു പിടുത്തം പിടിച്ചു കർത്താവ്. ആ മുഖംമൂടി പറിച്ചു മാറ്റിക്കഴിഞ്ഞപ്പോൾ അവൾ സത്യത്തിലേക്ക് അടുക്കാൻ തുടങ്ങി. നീ നിന്റെ വഴി നോക്കെന്ന് പറഞ്ഞിരുന്ന അവനോട് ഇപ്പം സമരക്കാരി പറയുകയാണ്, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആഹാ, അവിടം വരെ എത്തി. കാരണം ഒരു പ്രവാചകനല്ലാതെ മറ്റാർക്കും എന്റെ മനസാക്ഷിയുടെ അന്തരാത്മാവിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ഈ സത്യം പൊക്കിയെടുക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി വേറെ ആർക്കും അറിയത്തില്ല, വേറെ ആർക്കും, ഞാൻ ബന്ധപ്പെടുന്ന പുരുഷന്മാർക്കല്ലാതെ മറ്റാർക്കും അത് അറിഞ്ഞുകൂടാ. അത് നീ പൊക്കിയെടുത്തെങ്കിൽ കണിശമായും നീ ഒരു പ്രവാചകൻ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവള് പറഞ്ഞു, അങ്ങൊരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കുന്നു. നോക്കിക്കേ, അടുത്തടുത്ത് വരികയാണ്. ബന്ധം പാടില്ല, വഴി നോക്കെന്ന് പറഞ്ഞ ആ യേശുവിനെ അവൾ സംഭാഷണം മുന്നോട്ട് പോയപ്പോൾ 3 പ്രാവശ്യം പ്രഭോ എന്ന് സംബോധന ചെയ്യുക. അത്രയും ബന്ധം ഉണ്ടായി. അവിടുന്ന് വീണ്ടും ബന്ധം കൂടി, അങ്ങൊരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കുന്നു. യേശു അന്ന് ഇനിയും പിടികിട്ടിയിട്ടില്ല, പ്രവാചക പദവി വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവൾക്കൊരു സംശയം, എടാ ഇനി ഇവൻ തന്നെയാണോടാ മിശിഹ? ഈശോ മിശിഹ എന്ന് പറയുന്ന പാർട്ടി ഇവൻ തന്നെയാണോ? കാരണം രക്ഷകൻ വരുമെന്നും അവൻ മനുഷ്യരെ രക്ഷിക്കുമെന്നും പാപം മോചിക്കുമെന്നും സവിക്കപ്പെടുത്തുമെന്നും ഒക്കെ അവൻ വായിച്ചു, അവൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്കൊരു സംശയം, എടാ ഇനി മിശിഹ മറ്റോ ആണോ ഇവൻ? രക്ഷകനായ മിശിഹ ആണോ ഇവൻ? അതിപ്പോ എങ്ങനെയാണെന്ന് അറിയുന്നത്? എങ്ങനെ അറിയുന്നത്? ചോദിക്കാൻ പറ്റുമോ? ഇവിടെ താനാണോ ഇവിടെ ഈ വരാൻ പോകുന്ന മിശിഹ എന്ന് പറയുന്ന പാട്ട് താനാണോ? ചോദിക്കാൻ പറ്റുമോ? ചോദിക്കുകയും ചെയ്യരുത്, എന്നാ കാര്യം അറിയുകയും ചെയ്യണം. അതിനെന്താ മാർഗം? ചോദ്യം ചോദിക്കുകയും ചെയ്യരുത്, എന്നാ കാര്യം അറിയുകയും ചെയ്യണം. അതിന് പുരുഷന്മാർക്കില്ലാത്ത കഴിവ് സ്ത്രീകൾക്കുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാതെ കാര്യം അറിയാനുള്ള മിടുക്ക് ഈ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, പുരുഷന്മാർക്ക് ആ കഴിവില്ല. അതുകൊണ്ട് ഇതിന് ഈ സ്ത്രീകൾക്ക് ചില പ്രത്യേക കഴിവുണ്ട്, ചോദ്യം ചോദിക്കാതെ ഉത്തരം പിടിച്ചെടുക്കാൻ. അതേൽ ഒരെണ്ണം പതുക്കെ അവളങ്ങോട്ട് പ്രയോഗിച്ചു. എന്നെ അടുത്തു നാണം കുടുങ്ങി നിന്നാച്ച്, മിശിഹ വരുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു നോട്ടവും ചോദിച്ചോ? ചോദ്യം വല്ലതും ചോദിച്ചോ? മിശിഹ വരുമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു നോട്ടവും. ഉടനെ ഈശോ, നിന്നോട് സംസാരിക്കുന്ന ഇവൻ തന്നെ അവൻ. ഉത്തരം കിട്ടിയോ? ചോദ്യം വല്ലതും ചോദിച്ചോ? അതാ കഴിവ്. നിന്നോട് സംസാരിക്കുന്ന ഇവൻ തന്നെ അവൻ. വെള്ളം കോരാൻ വന്ന കൊച്ച് കുടം അവിടെ വെച്ചേച്ച് അനുഭവിച്ച ദൈവത്തിലേക്ക് മനുഷ്യമക്കളെ വാരിക്കൊണ്ടുവരാനായിട്ട് ഓടുകയാ. ദാഹിച്ചു പൊരിഞ്ഞ്, ദാഹത്തിന്റെ ശക്തി കൊണ്ടാണ് ആ സമയത്ത് വെള്ളം കോരാൻ വന്നത്. സമറിയക്കാര് 10 മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കോരാൻ പോകില്ല, പിന്നെ 5 മണിക്ക് പോകുള്ളൂ. അതും
പെണ്ണുങ്ങൾ കൂട്ടം കൂടിയേ പോവുള്ളൂ. ഇവിടെ ഒറ്റയ്ക്കാ വന്നത്, അത് മധ്യാഹ്നത്തില് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടായിട്ടാ വന്നത്. ആ സമയത്ത് ഒരു തുള്ളി വെള്ളം വീട്ടിലില്ല, അതുകൊണ്ടാ വന്നത്. ആ കൊച്ച് കൊടയോട് വച്ചേച്ച് താൻ അനുഭവിച്ച് കണ്ടെത്തിയ ദൈവത്തിലേക്ക് അവനെ അറിയാത്ത ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ വില്ലേജിലേക്ക് അവൾ ഓടുകയാണ്. മക്കളെ വന്നാട്ടെ ബാബ, ഞാൻ നിങ്ങളെ ഈശോ മിശിഹായുടെ അടുത്ത് കൊണ്ടുപോകാം. നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ കഴിവുള്ളവനും ഭാരം മാറ്റാൻ കഴിവുള്ള അവന്റെ അടുത്ത് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. വരിൻ. വെള്ളം കോരാൻ വന്ന സത്യം മറന്നേ പോയി. അതാണ് ഈശോ മിശിഹായെ അനുഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വെള്ളം കോരാൻ കൊടവുമായി ബഹറിലെത്തിയ ആൾക്കാരെ കൊട വിട്ടേച്ച് നാട്ടിൽപ്പോയി മക്കളെ, ഈ വട്ടത്തുള്ള മക്കളെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഈ സത്യം അറിയാത്തതെന്ന് കുടം എപ്പോഴും കട്ടത്തില. പള്ളി വരുമ്പോഴും പ്രേസ് ചെയ്യുമ്പോഴും കുടം കട്ടത്തിയിരിക്കുക. ശരിയാകുകയില്ല, അത് ശരിയാകുകയില്ല. ഈ കുടം വിട്ടുപിടിക്കാത്തിടത്തോളം കാലം അത് ശരിയാകത്തില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന പ്രശ്നമേയില്ല. അതുകൊണ്ട് ആ സത്യമാണ് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് ആ അരൂപിയിലേക്ക്, ദൈവത്തിലേക്ക് കടന്നു വരുന്ന പ്രക്രിയ, ദൈവാത്മാവിലേക്ക് കടന്നു വരുന്ന ഈ നിമിഷത്തില് അവന്റെ മനസ്സിന്, അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടാവുകയാണ്. ആ സത്യം മനസ്സിലാക്കിയിരിക്കണം. ഈശോ മിശിഹായെ അനുഭവിക്കാൻ ഈശോ മിശിഹ കടന്നു പോകുന്ന വഴിയിൽ നമ്മൾ കാത്തിരിക്കണം. ഈ സത്യകുറിച്ചിരുന്ന് നമുക്കറിയാം. ഈശോ മിശിഹ കടന്നു പോകുന്ന വഴിയിൽ കാത്തിരുന്നു. അന്ധനായ മനുഷ്യനിരുന്നത് ഈശോ മിശിഹ കടന്നു പോകുന്ന വഴിയിൽ കാത്തിരുന്നു. നിങ്ങൾക്കറിയാമോ, അവൻ അന്ധനായ മനുഷ്യൻ ഈശോ മിശിഹായെ അനുഭവിച്ചത് എപ്പോഴാ? വിലപിടിപ്പുള്ള സാധനം അവൻ ദൂരെ മാറ്റി എറിഞ്ഞപ്പോഴാ. നമുക്കറിയാം, പണ്ടൊക്കെ ഒരു 25, 35, 40 വർഷം പുറകോട്ട് നമ്മൾ കടന്നാൽ നമ്മുടെയൊക്കെ നാട്ടില് ഈ പ്രസ്റ്റീജ് കാണിച്ചിരുന്നത് ഇന്നത്തേതുപോലെയല്ല. ഓരോരുത്തന്റെ പണത്തിന്റെയൊക്കെ ആക്കവും തൂക്കവും നീക്കവും അഭിമാനവും കാണിച്ചിരുന്നത് എന്താണെന്നറിയാവോ? ഓടിട്ട കെട്ടിടം, കച്ചിത്തുറു, പടിപ്പര, പിന്നെ എരുമ. ഇതൊക്കെയാ പണ്ടത്തെ പാർട്ടിക്കാരുടെ പണത്തിന്റെ ആംബിയർ കാണിക്കുന്ന, ഇതൊക്കെ പണത്തിന്റെ തൂക്കം കാണിക്കുന്നതൊക്കെ. മുഴുത്ത എരുമ, കൊടവണ്ടിയുള്ള എരുമ, കച്ചിത്തുറു, അതുപോലെ തന്നെ പടിപ്പര, ഓടിട്ട വീട്. ഇന്നാണെങ്കിൽ 2 നില ചുറ്റിട്ട കെട്ടിടം, TV, VCR, കാറ്, 2 ജോലിക്കാര്, ഗ്യാസ്, പൈപ്പ് സിസ്റ്റം, ഇതെല്ലാമാണ് ഇന്നത്തെ വലിയ പ്രസ്റ്റീജൊക്കെ. പണ്ട് ഇതായിരുന്നു. അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ ഉണ്ടല്ലോ കാശുള്ള പാർട്ടി പശുക്കൾ ഇല്ലേലും കച്ചിത്തുറ ഉണ്ടാക്കും. കാരണം കച്ചിത്തുറ ഉണ്ടെങ്കിൽ അത് മുഴുത്ത വീടാ. അതുകൊണ്ട് പശുവും എരുമയൊന്നും ഇല്ലെങ്കിലും കച്ചിത്തുറ ഉണ്ടാക്കിയിടും. പ്രസ്റ്റീജ് കാണിക്കുന്നതാണ്. ഈശോ മിശിഹായുടെ കാലത്ത് ഓരോരുത്തന്റെ ആക്കവും നീക്കവും തൂക്കവും പ്രസ്റ്റീജും കാണിച്ചിരുന്നത് കച്ചിത്തുറും ഇതുപോലെയുള്ളതൊന്നും ആയിരുന്നില്ല. പിന്നെ എന്താണെന്നറിയാവോ? പുറങ്കുപ്പായം. അതാണ് ഓരോരുത്തന്റെ കഴിവ് കാണിച്ചിരുന്നത്. പണത്തിന്റെ കഴിവ് കാണിച്ചിരുന്നതാണ് പുറങ്കുപ്പായം. അതുകൊണ്ട് ഓരോരുത്തന്മാരും അവന്റെ കഴിവും പണവും ഇറക്കുന്നത് മുഴുവൻ പുറങ്കുപ്പായത്തേലോട്ടാ. കാശിന്റെ തൂക്കമനുസരിച്ച് പുറങ്കുപ്പായം, ലൈനിങ് ഉള്ള പുറങ്കുപ്പായം, വെൽവെറ്റ് കൊണ്ടുള്ള പുറങ്കുപ്പായം, ഡയമണ്ട് പിടിപ്പിച്ചത്, സ്വർണ്ണങ്ങൾ, രത്നങ്ങൾ, വജ്രങ്ങൾ പിടിപ്പിച്ച പുറങ്കുപ്പായം, അത് തയ്പ്പിക്കുക ഓരോത്തിന്റെ കഴിവനുസരിച്ച്. നമ്മുടെ വഴിയിലിരുന്ന അമ്പനുണ്ടല്ലോ, കാര്യം പൊട്ടക്കണമായിരുന്നെങ്കിലും സാമ്പത്തികമായിട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവന്റെ വീട്ടുകാരെ രത്നങ്ങൾ പിടിപ്പിച്ച പുറങ്കുപ്പായം, വെൽവെറ്റ് കൊണ്ട് ലൈനിങ് ഉള്ള പുറങ്കുപ്പായം അവന് ഒരെണ്ണം തയ്പ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണ് കാണത്തില്ലെങ്കിലും ആശാൻ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കിന് ഇതെല്ലാം അവൻ തപ്പിക്കൊണ്ട് ഇട്ടുകൊണ്ടിറങ്ങുന്ന ഒരു പതിവാ. ഈ പുറങ്കുപ്പായ ഇട്ടുകൊണ്ടിറങ്ങുന്ന ഒരു പതിവാ. ആ പുറങ്കുപ്പായവിന് ആശാൻ ഒരു സമാധാനം, കിളിക്കൊക്കെ നടക്കുക പറഞ്ഞ ആ പറയുന്ന സമാധാനമുള്ളത്. ആ പുറങ്കുപ്പായ വിട്ടുകൊണ്ട് വഴിയിലിരിക്കുമ്പോഴാണ് യേശു കടന്നു പോവുകയാണ്. യേശു കടന്നു പോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ യേശുവിനെ പറ്റി അവൻ കേട്ടിട്ടുമുണ്ട്. ഉറക്കെ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. യേശു അവിടെ നിന്നിട്ട് ചോദിച്ചു, ആരാ എന്നെ വിളിക്കുന്നേ? കൂടെ പോകുന്ന അനുയായികൾക്കാരെങ്കിൽ ഇവന് വല്ല വിലയും കൊടുക്കാറുണ്ടോ? ആരാ എന്റെ പേര് വിളിച്ചത്? ഓ, നടന്നു, ഒരു ഉണ്ണാക്കനാ, മൈൻഡ് ചെയ്യണ്ട, നടന്നു. അവരുടെ മറുപടി പോരെ. ഉണ്ണാക്കൻ എന്ന് പറഞ്ഞ നാട്ടിൽ വിലയില്ലാത്ത മനുഷ്യനെന്നാ. ഉണ്ണാക്കനാ, നടന്നു. ആരാ എന്നെ വിളിച്ചതെന്നാ ചോദിച്ച്. ആഹാ, സംഗതി ഗൗരവമാണെന്ന് മനസ്സിലായി. ആകപ്പാടെ ധരിച്ചുപോയി. ആരാ എന്റെ പേര് വിളിച്ചത്? എന്റെ പേരാരെ വിളിച്ചല്ലോ. അവര് സാവധാനം പറഞ്ഞു, ഒരന്ധനാ. വിളിക്കവനെ, അവനെ വിളിക്ക്. എടാ, നിന്നെ വിളിക്കുന്നു, നിന്നെ ഈശോ വിളിക്കുന്നു. ഈശോ വിളിക്കുന്നുവെന്ന് കേട്ടപ്പോൾ തന്റെ വിലപിടിപ്പുള്ള പുറങ്കുപ്പായ അവൻ വലിച്ചു പൊട്ടിച്ച് കീറി ദൂരെ എറിഞ്ഞിട്ട് അവന്റെ പുറകെ തപ്പിത്തടഞ്ഞുകൊണ്ട് ഓടിയെന്ന്
വേദപുസ്തകത്തിൽ മക്കളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനെനിക്ക് ഇവനെ വിളിച്ച് പുറങ്കുപ്പായം? എന്റെ കർത്താവ് എന്നെ വിളിക്കുന്നു, എന്റെ ഈശോ എന്നെ വിളിക്കുന്നു, ഇനി എനിക്കെന്തിന് പുറങ്കുപ്പായം? മക്കളെ, ആ വിളിയുടെ സ്വരം കേൾക്കാത്തത് കൊണ്ടാണ് ജോലി പോകുമ്പോൾ മാറത്ത് കൈവെക്കുന്നത്, ശമ്പളം കുറയുമ്പോൾ കരയുന്നത്, ടെർമിനേറ്റ് ചെയ്യുമ്പോൾ വേദനിക്കുന്നത്. ആ വിളിയുടെ സ്വരം കേൾക്കാത്തത് കൊണ്ടാണ്. ആ വിളിയുടെ സ്വരം കേൾക്കുമ്പോൾ നിന്നെ നാളെ കയറ്റി കേരളത്തിലേക്ക് അയച്ചാൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നീ പോയിരിക്കും.